പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഇതാ ഔസേപ്പിതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് 7 വ്യാകുലങ്ങൾ ചിന്തിക്കാം. ഔസേപ്പിതാവിന് 7 വ്യാകുലങ്ങളുണ്ടായിരുന്നു സഹോദരങ്ങളെ. ഒന്നാം വ്യാകുലം മറിയത്തെ വേർപിരിയാനുള്ള തീരുമാനം. ഈ പരീക്ഷയെ അതിജീവിച്ച ഔസേപ്പിതാവ് മുന്നോട്ട് നീങ്ങി. നമുക്ക് കുടുംബ ബന്ധങ്ങളെയെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കാൻ ഔസേപ്പിതാവിനോട് യാചിക്കാം. ഔസേപ്പിതാവേ, രണ്ടാം വ്യാകുലം ദാരിദ്ര്യത്തിൻ്റെ പുൽക്കൂട് അങ്ങ് ഒരുക്കിയല്ലോ. ഔസേപ്പിതാവേ, കഷ്ടതയിൽ കടന്നു പോകുന്നവരെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കണേ. മൂന്നാം വ്യാകുലം ദിവ്യബദലിനെ പരിച്ഛേദനത്തിന് സമർപ്പിക്കുന്ന ഔസേപ്പിതാവ്. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 2 പറയുന്നു, കല്ലുകൊണ്ടുള്ള കത്തിയാണ് പരിച്ഛേദനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതെ, രോഗികളെ വേദനിക്കുന്നവരെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ ഔസേപ്പിതാവിനോട് പറയാം. ശിമിയോൻ്റെ പ്രവചനമാണ് 4-ാമത്തെ വ്യാകുലം. അതെ, ഉണ്ണിയെ 40 നാൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ആ പ്രവചനം കേട്ടപ്പോൾ എന്തേരം വിഷമിച്ചു. അതെ, മക്കളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന 50 ലക്ഷം ദമ്പതികളെ നമുക്കിപ്പോൾ ഒന്ന് സമർപ്പിക്കാം. ഈജിപ്തിലേക്കുള്ള പലായനമാണ് 5-ാം വ്യാകുലം. ഈ ഭൂമിയിലെ ജീവിതം വെറും പരദേശികളാണെന്നുള്ള ബോധ്യം ഔസേപ്പിതാവേ ഞങ്ങൾക്ക് നൽകണമേ. 6-ാം വ്യാകുലം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവർ മടങ്ങുകയാണ്. ഈജിപ്തിലേക്കുള്ള മടക്കയാത്ര, ആ ദിവ്യദർശനം കണ്ട് അവർ മടങ്ങുകയാണ്. നമുക്ക് ദിവ്യദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തരാൻ പ്രാർത്ഥിക്കാം. 7-ാം വ്യാകുലം യേശുവിനെ കാണാതാവുന്നു. ജെറുസലേമിലേക്ക് അവർ പോവുകയാണ്, തിരുനാളിന് പോവുകയാണ്. ഏറ്റവും ഔസേപ്പിതാവിനെ മുറിപ്പെടുത്തിയതാണ്. തിരുനാൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ കൂടെ ഈശോ ഇല്ല. അപ്പോൾ അവർക്ക് നേരം വിഷമിച്ചു. അതെ, ആ വ്യാകുലം നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. അതെ, ഈ എല്ലാ 7 വ്യാകുലങ്ങളും നമുക്കിന്നേ ദിവസം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ പരിപാലനയിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? തൊഴിലാളിയുടെ മധ്യസ്ഥനാണ്, കുടുംബങ്ങളുടെ സംരക്ഷകനാണ്, തിരുസഭയുടെ സംരക്ഷകനാണ്. അപ്പത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നിത്യജീവൻ്റെ അപ്പം തേടാനായിട്ട്, ആ പ്രാർത്ഥനയിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഔസേപ്പിതാവിനോട് പറയാം. നോക്കൂ, ഉറങ്ങുന്ന ഔസേപ്പിതാവിനെ എത്ര ശാന്തമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഒരു ശാന്തത നമുക്കെല്ലാവർക്കും ലഭിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഔസേപ്പിതാവേ, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ഒന്ന് സ്വർഗത്തിലേക്ക്, യേശുവിൻ്റെ അരികിലേക്ക് ഒന്ന് കൊടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ.